ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ഒരു വ്യൂവർ എനിക്ക് 4-5 മാസങ്ങൾക്ക് മുമ്പിട്ട് എനിക്കൊരു റെസിപ്പി അയച്ചു തന്നതാ. ചേച്ചി ഇതൊന്നും ഇട്, എല്ലാവർക്കും പ്രയോജനമാകുമെന്നും പറഞ്ഞു. അതായത് ചിക്കൻ കറിയാ. അത് എങ്ങനെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം. ഹാസ്യഷിയ എനിക്ക് ഈ കമൻറ്റ് തന്നത്, ഈ റെസിപ്പി തന്നത്. അതിനായിട്ട് നമുക്ക് വേണം ജീരകം. ഇതിൽ കടുക് അവൾ പറഞ്ഞില്ല, പക്ഷെ ഞാൻ ഇച്ചിരി കടുകും ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി ഉപ്പിട്ട് കഴുകി വാരി വെച്ചതാ. ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് തേങ്ങാപ്പാല. ഇത് ഞാൻ അരമുറി തേങ്ങ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ച് പിഴിഞ്ഞെടുത്ത് വെച്ചതാ. പിന്നെ വേണം ഒരു കഷ്ണം പട്ട, ഒരു 6 ഏലക്ക. ഇത് നമുക്ക് ചതച്ചിടാനാണ്. ഗ്രാമ്പൂ ഒരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ഗ്രാമ്പൂ, വലുതാണെങ്കിൽ 3 എണ്ണം മതി. പിന്നെ ഞാൻ ഇഞ്ചി, ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് അധികം എരിവില്ലാത്ത ഇഞ്ചിയാ. വെളുത്തുള്ളി ഒരു 2 കുടം വെളുത്തുള്ളി, പച്ചമുളക് ഒരു 5 പച്ചമുളക്. എരിവ് നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇത് നമുക്ക് ചതച്ച് ചേർക്കാനുള്ളതാണ്. ഒരു 3 ടൊമാറ്റോ. സവാള ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒരു 2 കറിവേപ്പില. ഇത് നമുക്കെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഞാനിതിൽ ആ സമയത്ത് പൊടികളുടെ പറയാം. നമുക്ക് ആദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഇതിപ്പം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിൽ 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ ആ കുട്ടി തന്ന റെസിപ്പിയിൽ കടുകിന്റെ കാര്യം പറയുന്നില്ല. ഞാൻ ഇച്ചിരി കടുക് ഇടുക. 1/2 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. ഇത് നന്നായി പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഒരു 2-3 തട്ട് കറിവേപ്പില. പട്ട വലുതാണെങ്കിൽ ഇത്രയൊരു പട്ട, ഗ്രാമ്പു. ഇനി ഇതിലോട്ട് നമുക്ക് ആ സവാള ഇട്ട് വഴട്ടാം. നന്നായി വഴട്ടി വെക്കാം. സവാള വളരാനായിട്ട് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി വഴട്ടിയെടുക്കാം. ഇപ്പൊ സവാള ഒരു 3/4 വഴന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതും ഒന്ന് വഴട്ടിയെടുക്കാം. അത് 2 മിനിറ്റ് വഴരും. 2 മിനിറ്റായി. ഇതിലോട്ടാ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ഇട്ടിട്ട് നന്നായി ടൊമാറ്റോ വഴന്ന് വരുന്നത് വരെ നമുക്ക് വേണേ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഉള്ളിയും തക്കാളിക്ക് എല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിന് ആ കുട്ടി പറഞ്ഞത് കുരുമുളക് പൊടി പറയുന്നില്ല. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതുപോലെ ഇത് മുളക് പൊടിയുടെ കാര്യവും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ കറി ഇത്തിരി വെളുത്തിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അതനുസരിച്ച് പച്ചമുളക് ചേർക്കണം. ഇതിൽ ഞാൻ നല്ല 5 പച്ചമുളകാണ് ചേർത്തത്. 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ ലാസ്റ്റ് മണം കുറവ് എങ്ങാനും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. നന്നായി മസാലകളെല്ലാം ഒന്ന്
പച്ചമണം പോകട്ടെ. ഇനി നമുക്ക് ചതച്ച് വെച്ച ഞാൻ പറഞ്ഞില്ലേ ഏലക്കാണ്, അത് ചതച്ചിടണേ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ ചിക്കൻ ചേർക്കാം. എന്നിട്ടൊരു ചെറു തീയിൽ ഇത് കിടക്കട്ടെ, എന്നാലേ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങത്തുള്ളൂ. മിക്സ് ചെയ്ത് ഇപ്പം തുറക്കാം. കണ്ട ഒട്ടും വെള്ളം ഒഴിച്ചില്ല. ഇപ്പം അതിനകത്ത് വെള്ളമെല്ലാം ഒഴിച്ച് മസാലകളെല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് വേവട്ടെ, അടച്ചു വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പുണ്ട്. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയല്ല ഇട്ടത്. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് വേണ്ടെങ്കിൽ ഇടണ്ട. 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല നമ്മളിട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ചേർക്കുക. എന്നിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാൻ പോവാം. എന്നിട്ട് അടച്ചു വെക്കാം. കുറച്ചുകൂടെ ഒന്ന് വെന്തോട്ടെ. ഇതിപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ രണ്ടാമതും കുരുമുളക് പൊടി ഇട്ടത് എനിക്ക് ഇച്ചിരി എരിവ് കുറവ് പോലെ തോന്നി. കാരണം നമ്മൾ മുളക് പൊടി അധികം ചേർത്തില്ലല്ലേ. ആക്ച്വലി എനിക്ക് തന്ന റെസിപ്പിക്കകത്ത് മുളക് പൊടി അധികം ചേർക്കുന്നില്ല. നിങ്ങൾക്കിപ്പം മുളക് പൊടി ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഞാൻ കാരണം ഈ ചിക്കനൊക്കെ ആകുമ്പോൾ ഇത്തിരി വെളുത്തിരിക്കും. അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടിയും ചേർത്ത്, കുരുമുളക് പൊടി അതിൻ്റെ അകത്ത് പറയുന്നില്ല, കുരുമുളക് പൊടിയും ചേർത്ത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങളത് ചേർത്താൽ മതി. ഇനി നമുക്ക് ആ തേങ്ങാപ്പാൽ ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ 2 മിനിറ്റ് ഒന്ന് കിടന്നോട്ടെ. ഇപ്പൊ 2 മിനിറ്റായി. ഇത് നന്നായി തിളച്ചു. ഇനി നമുക്ക് 1 തണ്ട് കറിവേപ്പില മുകളിലോട്ടിട്ട് കൊടുത്തേക്കാം. എന്നിട്ട് ഇനി തീ ഓഫാക്കാം. നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് അപ്പത്തിനൊക്കെ തിന്നാൻ നല്ലൊരു കറിയാ. ചോറിൻ്റെ കൂടെ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാ. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. ഇതുപോലുള്ള പുതിയ വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.